എന്നാൽ ഇവിടെ അഭയ് ആദിശേഷനെ പോലെ കാണുകയാണല്ലോ. ശത്രുവിന് സത്യം മനസ്സിലായി. ആ ശത്രുവിന് ആദിശേഷൻ എന്ന സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം എങ്ങനെയാണ് ഗൗരി ശങ്കര? ആദിശേഷന് താൻ ആരാണ് എന്ന് അറിയുവാനുള്ള ആഗ്രഹം. നാഗറാണിയാണെങ്കിൽ ആദിശേഷനെ തേടി നടക്കുന്നു. ഇവരിരുവരുടെയും ഇടയിലാകട്ടെ മായയ്ക്ക് എല്ലാ സത്യവും മനസ്സിലായി കഴിഞ്ഞു. നിന്റെ മൗനത്തിന്റെ അർത്ഥം എന്താണ് മഹേശ്വര? തൊട്ടുപുറകിൽ നിന്നുകൊണ്ടെല്ലാം കണ്ടുപിടിക്കുവാനുള്ള ശക്തി ഉണ്ട് അവൾക്ക്. ധർമ്മത്തിന്റെ പാത്രത്തിൽ അധർമ്മം വിളമ്പുന്ന മായയാണവൾ. ആ മായ നടത്തുന്ന കാരണത്താൽ നാഗലോകത്തിന്റെ നന്മ മരിക്കാതിരിക്കട്ടെ, മരിക്കാതിരിക്കട്ടെ. ജയ് ഭോലേനാഥ. ആദിശേഷൻ, ഇവനെന്റെ ആദിശേഷനാ. എന്നാൽ ആദിശേഷന്റെ മാനവരൂപി തൃശൂലാണ്. പിന്നെ എന്തിനാണ് ഇവൻ രൂപം നേടിയത്? ഇതിന്റെ പുറകിലുള്ള കാരണം എന്തായിരിക്കും? ഇവനാണ് ആദിശേഷൻ എന്ന കാര്യം ശിവാനിക്ക് പോലും അറിയില്ല. ഇവനാണ് ആദിശേഷൻ എന്ന് ഇവനും പറഞ്ഞിട്ടില്ല. ഇതിന്റെ എല്ലാം പുറകിൽ ഒരു മുഖ്യ കാരണം ഉണ്ടായിരിക്കും. അറിയണം. അഭയ്, നിങ്ങളായതെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. സന്തോഷായി. നിങ്ങളാണെന്ന് അറിഞ്ഞതിൽ എനിക്ക് സന്തോഷായി. എന്റെ പേടി, ഭയം, ആശങ്ക നിങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോ അതെല്ലാം പോയി. നിങ്ങളാണെന്ന് അറിഞ്ഞ് എല്ലാം കൊണ്ടും സന്തോഷമായി. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ ആരാണെന്ന് മനസ്സിലായെന്ന് വെച്ചാ? അല്ല, നിങ്ങള് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കായിരുന്നല്ലോ. നിങ്ങളാണെന്ന് ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. വേറെ ആരോ ആണെന്നാ കരുതിയത്. അത് നിങ്ങളാണെന്ന് അറിഞ്ഞപ്പോ ഒരുപാട് സന്തോഷായി. നിങ്ങൾ ആരെ പറ്റിയാ സംസാരിക്കുന്നത്? സംസാരിക്കാനൊക്കെ ഒരുപാടുണ്ട് അഭയ്. എന്നാൽ നിങ്ങള് ഇവിടെ ജോലിക്കാരുമായിട്ട് വന്നതാണോ അതോ ആരെങ്കിലും അന്വേഷിച്ചു വന്നതാണോ? രണ്ടിനും കൂടെ. അല്ല, നിങ്ങള് വന്ന കാര്യം നടന്നോ? നടക്കും, പെട്ടെന്ന് തന്നെ. ചില കാര്യങ്ങള് നമ്മള് ആത്മാർത്ഥമായി അന്വേഷിച്ചു കഴിഞ്ഞാ അത് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കും. അങ്ങനെ ഞാൻ അന്വേഷിച്ച കാര്യം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ വരുന്ന ഘോര അമാവാസിക്ക് ഇനിയുമുള്ളത് അല്പം ദിവസങ്ങൾ മാത്രം. അതിനുള്ളിൽ നീ ശിവാനിയുടെ സംഹാരം നടപ്പിലാക്കി ആദിശേഷനോടൊപ്പം ചേർന്ന് നാഗലോകത്തിലേക്ക് മടങ്ങി വരണം. ഇതെന്താണിത്? ചന്ദ്രനിലാവുണ്ടാവേണ്ട ഈ മുഖത്ത് വലിയ മഴക്കാറുകൾ. അതെന്റെ ജീവിതത്തിലേക്ക് അടുത്തു വന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു അപകടത്തിന്റെ സൂചനയാണ് സ്വാമിജി. സർവഗ്രഹചാരങ്ങളും ഒരുമിച്ച് വന്നാലും നിന്നെ ശല്യപ്പെടുത്താൻ സാധിക്കില്ല. ആ ഗ്രഹേശ്വരനായ മഹേശ്വരന്റെ ആശീർവാദമുണ്ട് നിനക്ക്. മഹാലോകമായ നാഗലോകത്തിന്റെ ശക്തി നിനക്കുണ്ട്. ഇത്രയും നാളും ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി മറിഞ്ഞിരിക്കുക. എന്റെ ധാരണകളൊക്കെ തെറ്റായിരുന്നു എന്ന് എനിക്കിപ്പോ മനസ്സിലാവുന്നു.
ഈ ആയുസ് മുഴുവൻ നാഗലോകത്തിന് വേണ്ടി അർപ്പിച്ചവളാണ് ഞാൻ. പക്ഷെ ഇതാ ഇപ്പോ ഞാൻ എന്റെ സ്വന്തം എന്ന് കരുതിയവർ പോലും എന്റെ അവസാനം കാണാനായി കാത്തിരിക്കുകയാണ്. നിന്റെ വാക്കിന്റെ അർത്ഥം എന്താണ്? സ്വന്തം ആളുകളെ കൊല്ലുവാൻ മാത്രം നാഗങ്ങൾക്ക് മനുഷ്യരുടെ ഗുണമില്ല. ആ ഗുണവും ഇപ്പോൾ അവർക്ക് കിട്ടി. എന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി മായാങ്കനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് നാഗലോകത്തിലുള്ളവരാണ്. അവളാണെങ്കിൽ എന്നെ കൊല്ലണമെന്ന ഒറ്റ ഉദ്ദേശവുമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. ഇതെല്ലാം അറിയാമായിരുന്നിട്ടും എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല സ്വാമിജി. നിങ്ങൾ എന്തായി പറയുന്നേ? എന്ത് കിട്ടിയെന്ന്? നിങ്ങളെ കിട്ടിയല്ലോ. അപ്പൊ നിങ്ങൾ എന്നെയാണോ തേടിയത്? ഞാൻ കാട്ടില് വോക്ക് ചെയ്യായിരുന്നു. ഇടയ്ക്ക് വഴി തെറ്റിപ്പോയി. എനിക്ക് എങ്ങോട്ട് പോണെന്ന് മനസ്സിലായില്ല. അന്നേരം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആരെങ്കിലും എന്നെ വഴി കാട്ടാൻ കിട്ടോ എന്ന്. അപ്പോഴല്ലേ ഞാൻ നിങ്ങളെ കണ്ടത്. ഞാൻ അന്വേഷിച്ചപ്പോ നിങ്ങളെയല്ലേ കണ്ടത്. അപ്പോ ഞാൻ അന്വേഷിച്ചത് നിങ്ങളെ തന്നെയല്ലേ? അല്ല, നിങ്ങളെന്തോ തേടി വന്നതാണെന്ന് പറഞ്ഞില്ലേ, അത് നിങ്ങൾക്ക് കിട്ടിയോ? ഇല്ല, തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ആ തേടലിൽ ചില ഉത്തരങ്ങളൊക്കെ കിട്ടി. ആ ഉത്തരങ്ങൾക്കെല്ലാം ചോദ്യം കണ്ടുപിടിക്കണം. അത്രേ ഇനി ചെയ്യാനുള്ളൂ. എല്ലാവരും ചോദ്യം കൊണ്ട് ഉത്തരം തേടുകയാണ് ചെയ്യുന്നത്. എങ്കിൽ ഇനിയും ചിലർ ഉത്തരം കൊണ്ട് ചോദ്യം കണ്ടുപിടിക്കും. ചില സമയത്ത് അങ്ങനെയാണ്. അതെ അബേ സർ, സത്യമാ. ചില സമയം നമ്മൾ തേടുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മുടെ എതിരിൽ തന്നെ ഉണ്ടാകും. എന്നാൽ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചോദ്യങ്ങൾ നമ്മുടെ എതിരെയുള്ള ഉത്തരങ്ങൾ മറച്ചു വെക്കും. കൺമുന്നിൽ കാണുമ്പോഴും നമുക്ക് വേണ്ടുന്ന ഉത്തരം ഇതല്ല എന്ന് തോന്നിപ്പോകും. ഉദാഹരണത്തിന്, ഞാൻ നിങ്ങളുടെ എതിരെ ഉണ്ടല്ലോ, അതേപോലെ. What do you mean? ഏയ്, ഒന്നുമില്ല, വെറുതെ പറഞ്ഞത്. എന്റെ പ്രാണന്റെ പ്രാണനായ തൃശൂൽ എന്റെ കൂടെ ഇല്ലെങ്കിൽ ഈ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം എനിക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സ്വാമിജി. അയ്യോ പൊട്ടത്തി, ഇതെല്ലാം ആ പരമേശ്വരന്റെ ആജ്ഞയാ. ഒരു പക്ഷേ നിന്റെ ആദിശേഷൻ കൂടെ ഉണ്ടെങ്കിലോ? നിന്റെ പുറകെ തന്നെ അവൻ എപ്പോഴുമുണ്ട്. അത് നിനക്കറിയാമോ? അങ്ങേക്ക് അറിയാലോ. എനിക്ക് എന്റെ ആദിശേഷനെ കണ്ടുപിടിക്കണം. അവൻ എവിടെയാണെങ്കിലും കണ്ടുപിടിക്കണം. നാഗമാണിക്യം കയ്യിലുണ്ടെന്നുള്ളത് സത്യം. പക്ഷെ അതിന്റെ ശക്തി സ്വന്തമാക്കാൻ ആദിശേഷൻ എന്റെ ഒപ്പം ഇല്ലല്ലോ അല്ലേ? അവന് ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക സ്വാമിജി? നിന്റെ കയ്യിൽ നാഗമാണിക്യമുണ്ടല്ലോ, അത് തന്നെ നിനക്ക് നിന്റെ ആദിശേഷനെ കണ്ടുപിടിച്ചു തരും. തടസ്സം മറ്റെന്ത്? ഇല്ല, അതെന്റെ സ്വാർത്ഥതയായി പോകും. അല്ല, അത് നിന്റെ കർത്തവ്യമാണ്. നാഗമാണിക്യം ഉപയോഗിച്ച് ആദിശേഷനെ തേടേണ്ടത് നിന്റെ ഉത്തരവാദിത്വം. ആദിശേഷൻ മൂലം നാഗമാണിക്യം നാഗലോകത്ത് എത്തേണ്ടതും എത്തിക്കേണ്ടതും നിന്റെ ധർമ്മമാണ്. ഇതാണ് ദൈവ ഇച്ഛ. ജയ് ഭോലേനാഥ. ഞാൻ കുറച്ചു ദിവസമായിട്ട് ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. എന്താ നിങ്ങളുടെ പ്രശ്നം? ആരാണ് നിങ്ങൾ? ഇവിടെ എന്താ നിങ്ങൾ ചെയ്യുന്നത്? നോക്ക് അബേ സർ, എന്റെ കഥയെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ നിങ്ങൾ ഇപ്പോഴും എന്നോട് ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾക്ക് എന്റെ മേല് യാതൊരു വിശ്വാസവും ഇല്ല. അതുകൊണ്ടാ ഞാൻ പറയുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. സാരമില്ല, നിങ്ങൾക്ക് വേണ്ടി ഞാനത് ഒരിക്കൽ കൂടി പറയാം. ഞാൻ ത്രിവിക്രമന്റെ കൂട്ടുകാരിയായിരുന്നു. ത്രിവിക്രമന്റെ കല്യാണത്തിന് വേണ്ടി വന്നതാ. അതിനിടയിൽ എന്നെ ആരോ രഹസ്യമായി കടത്തിക്കൊണ്ടുപോയി. അവിടുന്ന് രക്ഷപ്പെട്ടു വന്നപ്പോഴേക്കും ത്രിവിക്രം ജീവനോടെ ഇല്ലെന്ന് മനസ്സിലായി. ഇപ്പൊ അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കുന്നു.
അത്രയും നാൾ എന്തോ ഒരു സങ്കടം, എന്തൊക്കെയോ ഭയം, എന്തൊക്കെയോ സംശയങ്ങളായിരുന്നു. എന്നാലിപ്പോ ഞാൻ സമാധാനത്തിലിരിക്കുക. അതെത്രയോ തവണത്തെ എന്റെ അന്വേഷണം കൊണ്ടാണ് ഈ സമാധാനം എനിക്ക് കിട്ടിയത്. ദൈവത്തിന്റെ ദയ കൊണ്ട് മാത്രം. എത്ര നാള് ഞാൻ ഈ സമാധാനത്തിന് വേണ്ടി അലഞ്ഞെന്നറിയോ? ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം, എനിക്ക് സമാധാനം കിട്ടിയതുപോലെ തന്നെ നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്. കിട്ടും, ഉറപ്പായും സമാധാനം കിട്ടും. അതിനായിട്ടല്ലേ ഞാനും ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. വരൂ, നമുക്ക് പോകാം. ഇനി മുതൽ നമുക്കിരുവർക്ക് ഒരുമിച്ച് ചുവടുവെക്കാം. എന്ന് വെച്ചാ? അല്ല ഭൈ, ഇവിടെ ഇപ്പോ നമ്മൾ രണ്ടാളും മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നമ്മള് ഒരുമിച്ചല്ലേ പോവേണ്ടത്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാ. എന്താ ഇത്ര ആലോചിക്കുന്നേ? വരൂന്നേ, പോകാം. എന്റെ കൈ നീ തട്ടിക്കളഞ്ഞല്ലേ? ഇപ്പൊ നീ വേണമെങ്കിൽ തട്ടിക്കളഞ്ഞോ. എന്നാ മുൻപോട്ട് നീ എന്റെ കൈ പിടിച്ചേ മതിയാകൂ. അതിനുവേണ്ടി എന്ത് ചെയ്യണോ അതൊക്കെ ഞാൻ ചെയ്യും. നീ എന്റെ ആദിശേഷനാ, ഞാൻ നിന്റെ മഹാറാണി മായാങ്കന. ഗുരുക്കളെ, ഇതൊക്കെ എങ്ങനെ സംഭവിക്കാനാ? അല്ല, നമ്മുടെ വീട്ടിൽ പോലീസ് ഓഫീസറായി വന്നവൻ ആദിശേഷനാണെന്നുള്ള കാര്യം എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ ദിഗ്വിജയ, വിശ്വസിച്ചേ പറ്റൂ. തായി ജ്വാലമാലിനി നമുക്കവനെ കാട്ടിത്തന്നതിനു ശേഷവും നമ്മളത് വിശ്വസിക്കുന്നില്ലെങ്കിൽ ആ ശക്തിയെ നീ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഗുരുക്കളെ, അങ്ങ് പറയുന്നത് ശരിയാണ്. പക്ഷേ വീട്ടിലൊരു പാമ്പിനെ വെച്ചോണ്ട് എങ്ങനെ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും? ഒരു പോലീസ് ഓഫീസറായിട്ട് തന്നെ അവനൊരു തലവേദനയായിരുന്നു. അതിന്റെ കൂടെ അവൻ ആദിശേഷനാണെന്ന് കൂടി അറിയുമ്പോ തലയ്ക്കകത്ത് ഭ്രാന്ത് പിടിക്കുന്ന പോലെയാ. ഗുരുക്കളെ, അവൻ നമ്മുടെ വീട്ടിലുണ്ടാവുന്നത് നമ്മുടെ ജീവന് തന്നെ അപകടമാണെന്ന് ഉറപ്പാ. കൃഷ്ണയുടെയും ദാക്ഷായണിയുടെയും ജീവൻ പോയത് ഒരുപക്ഷെ അവൻ കാരണമായിരിക്കും. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അപ്പൊ പിന്നെ ഈ നാഗറാണി എന്റെ കയ്യിൽ നാഗമാണിക്യമുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ടാ ആ ശിവാനി എന്റെ മകനെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് വന്നത്. ഇപ്പൊ എന്റെ മകനില്ലാത്ത സമയം നോക്കി ആദിശേഷനും വീട്ടിലേക്ക് എത്തിയിരിക്കുക. ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, അവൻ ഇവിടേക്ക് വന്നത് നാഗമാണിക്യത്തിന് വേണ്ടിയാണോ അതോ നാഗറാണിക്ക് വേണ്ടിയോ? നീ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. മറ്റൊരു വഴിയുമില്ല. അവന്റെ അന്ത്യം സംഭവിച്ചേ മതിയാകൂ. അവന്റെ അവസാനം കണ്ടാൽ മാത്രമേ നമ്മൾ കരുതിയതുപോലെയെല്ലാം സംഭവിക്കുകയുള്ളൂ. നാഗമാണിക്യം നമ്മുടേതാകൂ. നാഗമാണിക്യത്തിന്റെ ശക്തി നമ്മുടെ കൈക്കുമ്പിളിലെത്തൂ. ഗുരുക്കളെ, നാഗലോകത്തിന്റെ അധിപനാണവൻ. മഹാശക്തിശാലി, മഹാബലശാലി. നാഗലോകത്തിന്റെ ശക്തി മുഴുവൻ ഉൾക്കൊണ്ട് അവനെ നശിപ്പിക്കാൻ നമ്മളെ കൊണ്ട് മാത്രം എങ്ങനെയാണ് സാധിക്കുക? നശിപ്പിച്ചേ മതിയാകൂ ദിഗ്വിജയ, നശിപ്പിച്ചേ മതിയാകൂ. അവന് മരണം സംഭവിച്ചിരിക്കണം. അവന്റെ മരണം ആരുടെ കൈകൊണ്ട്, എങ്ങനെ സംഭവിച്ചു, ആരുടെ കൈകൊണ്ടെന്നീ ചോദ്യങ്ങളായി കാറ്റിൽ പറക്കട്ടെ. അതായത് അവൻ ജീവിച്ചിരുന്നു എന്നൊരു സൂചന പോലും അവശേഷിക്കരുതെന്ന്. അത്തരമൊരു മരണമായിരിക്കണമത്. തായി ജ്വാലമാലിനിയുടെ ആശീർവാദമുണ്ടെങ്കിൽ ആ മരണം നമുക്കവന് നൽകാനാകും. ഗുരുക്കളെ, അങ്ങ് എന്തൊക്കെയാ പറയുന്നത്? തീരുമാനമെടുത്തു കഴിഞ്ഞു ദിഗ്വിജയ. ആദിശേഷന്റെ മരണം സംഭവിക്കണമെന്നുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞു. ഗുരുക്കളെ, അങ്ങനെയാണെങ്കിൽ എപ്പോഴായിരിക്കും ആ മുഹൂർത്തം? ആദിശേഷന്റെ മരണത്തിന് മുഹൂർത്തം എന്തിനാ? അവന്റെ മരണം ഈ ക്ഷണം തന്നെ സംഭവിക്കണം. ആയിക്കോട്ടെ ഗുരുക്കളെ, അവന്റെ മരണം മുന്നോട്ട് വെക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. അവന്റെ മരണം ഈ നിമിഷമാണെങ്കിൽ അത് ഇപ്പോൾ തന്നെ സംഭവിക്കണം. പറയൂ ഗുരുക്കളെ, ഇതിനു വേണ്ടി എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറയൂ. ഞാൻ അത് ചെയ്തിരിക്കും. തായി ജ്വാലമാലിനിയുടെ ആശീർവാദമുള്ളിടത്തോളം ആദിശേഷനെ എന്നല്ല, ഈ ജഗത്തിലുള്ള ആരെ വേണമെങ്കിലും നമുക്ക് സംഹരിക്കാനാകും. ഇനി അവന്റെ മരണം തടയാൻ സാധിക്കുകയില്ല. എന്നാടാ കോഫി?
ഇതെന്താ ചേച്ചി, ഷുഗർലെസ് കോഫിയാണോ? അമ്മായിക്ക് കൊടുക്കേണ്ടത് എനിക്ക് വന്നു അല്ലേ? അയ്യോ, നീ അധികത്താ. സാറില്ല, പോട്ടെ, ഇനിയിപ്പോ ഇത് മതി. ഇവന്റെ ഒരു കാര്യം. ഇന്ന് ഒരു ദിവസത്തേക്ക് ഷുഗർ ഉള്ളത് കുടിച്ചാ മതി. പക്ഷെ ഇതേ എന്നൊരു ശീലമാക്കണ്ട. ഗോവിന്ദ, നിനക്കെന്നെ കളിയാക്കാതിരുന്ന നിനക്കൊരിക്കലും ഒരു സുഖം കിട്ടില്ലെന്ന് തോന്നുന്നല്ലോ. അമ്മായി അല്ലാതെ പിന്നെ ഞാൻ ആരെ കളിയാക്കാനാ? ഓ മായ വന്നുല്ലേ? അല്ല, എവിടെ പോയതായിരുന്നു? ഓ, രണ്ടുപേരും ഒരുമിച്ചായിരുന്നോ? ഒരുമിച്ചല്ലേ വരേണ്ടത്. എന്നുവെച്ചാ? എന്നുവെച്ചാ ചേച്ചി, ഇവർക്കും ഒരു ചായ കൊടുക്ക്. അത് ഞാൻ എസ്റ്റേറ്റിന്റെ അവിടെ പോയതായിരുന്നു. അഭയും അവിടേക്ക് വന്നിരുന്നു. സോ കൂടെ വന്നേ ഉള്ളൂ. അമ്മേ, ശിവാനി ഇവിടെ അകത്തുണ്ടോ? ഇല്ല, അവള് പുറത്തേക്ക് പോയിരിക്കോ, ഇതുവരെ വന്നിട്ടില്ല. എങ്ങോട്ടെങ്കിലും പോവാണെന്ന് പറഞ്ഞിരുന്നോ? ഒന്നും പറഞ്ഞില്ല. വന്ന ഉടനെ തന്നെ അവളെ പറ്റി ചോദിക്കുന്നു. ഒരു നിമിഷം വിട്ടു നിൽക്കില്ല അല്ലേ അവളെ? നിന്റെ മനസ്സിൽ അവൾ ഉള്ളതുപോലെ ഒരു ദിവസം ഞാനും ഉണ്ടാവും. ശിവാനി എങ്ങോട്ടേക്ക് പോയി? പുറത്തെങ്ങോട്ടും പോകരുതെന്ന് പറഞ്ഞ പിന്നെ എന്തിനാണ് ഈ പോകുന്നത്? ദൈവമേ, ശിവാനിക്കൊന്നും പറ്റാതെ സേഫായി എത്രയും പെട്ടെന്ന് തിരിച്ചു വരണേ. ശിവാനിയെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ നീ എന്റേത് മാത്രമായിരിക്കും. ആ ശിവാനി, നിനക്ക് 100 ആയുസ്സുണ്ടാവും മോളെ. നിന്നെപ്പറ്റിയാ ഞങ്ങളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ മായാങ്കനെ എന്നെ കൊന്ന് എന്റെ ആദിശേഷനെയും നാഗമാണിക്യത്തെയും സ്വന്തമാക്കാൻ എത്തിയ ദ്രോഹിയാണ്. എന്റെയും ആദിശേഷന്റെ ഇടയിലുള്ള തടസ്സം നീയാണടി. തീർച്ചയായിട്ടും നിന്നെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും. എന്നിട്ട് എന്റെ ആദിശേഷന്റെ റാണിയായി മാറും ഞാൻ. ഏയ്, എഴുന്നേറ്റേ. നിന്നോട് എഴുന്നേക്കാൻ പറഞ്ഞേ. ശിവാനി, എന്താ മോളെ, എന്തിനാ അവളെ അടിക്കുന്നത്? ഇവളിങ്ങനെ തല്ലിയാ മാത്രം പോരാ, ഈ നിമിഷം ഇവളെ അങ്ങ് കൊന്നുകളയാൻ എനിക്ക് തോന്നുന്നേ. നിന്നെ ഞാൻ... ശിവാനി, എന്താ ഉണ്ടായത്? അമ്മാവാ, ഇവള് വെറും മായയല്ല, ഇവളുടെ പേര് മായാങ്കനി എന്നാ. ഇവളെ എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാ നിങ്ങൾ എല്ലാവരും ചേർന്ന് ഇവളെ വീട്ടിൽ നിന്നും പുറത്താക്കുക തന്നെ ചെയ്യും. ശിവാനി, ഞാൻ എന്താ ചെയ്തത്? ഓ, അറിയില്ലേ? അറിയില്ലേ നിനക്ക്? നീ ഇവിടെ വന്നിരിക്കുന്നത് എന്നെ കൊല്ലാൻ വേണ്ടിയാണ്, എന്നെ എന്റെ തൃശൂല്യം അകറ്റാൻ വേണ്ടി അല്ലേ? നടക്ക്, ആദ്യം ഇവിടെ നിന്ന് നീ ഇറങ്ങ്. ശിവാനി, എന്താണിത്? എന്താ നിങ്ങൾ ഈ ചെയ്യുന്നേ? അഭയ് പ്ലീസ്, നിങ്ങൾക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആദ്യം ഇവളെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടേ പറ്റൂ. എന്നിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറയാം. നടക്കങ്ങോട്ട്. സത്യം പറഞ്ഞാൽ നിന്നെ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കുക വേണ്ടത്. പക്ഷേ നീ ആരാണെന്നുള്ള സത്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാ ഞാൻ ആരാണെന്നുള്ള കാര്യം കൂടി എനിക്കിവിടെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് നിന്നിപ്പോ വെറുതെ വിടുന്നത്. ഇതെന്താ എല്ലാരും ഒന്നും മിണ്ടാതിരിക്കുന്നത്? ശിവാനി, മോളത് എത്ര ഗൗരവമായിട്ട് ചിന്തിക്കുന്നത്? അത് തൃശ്ശൂരിനെ കുറിച്ച് ആലോചിക്കായിരുന്നു ഞാൻ. ശിവാനി, നിന്നെ ഇവിടെ കണ്ടില്ലല്ലോ. എങ്ങോട്ട് പോയതായിരുന്നു മോളെ? തൃശ്ശൂരിനെ കുറിച്ച് എസ്റ്റേറ്റിലും ഫാക്ടറിയിലും അങ്ങനെ എല്ലാ സ്ഥലത്തും ഞാൻ പോയി അന്വേഷിച്ചു. എന്നാൽ എനിക്കറിയാം എന്റെ ആദിശേഷൻ എവിടെയുണ്ട്, ഏത് രൂപത്തിലുണ്ടെന്ന്. സർ, എന്റെ മകൻ തൃശൂൽ എവിടെയുണ്ടെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരണം. ഞാനും അതിന് തന്നെ ശ്രമിക്കുന്നത്. തൃശൂലിനെ കണ്ടാൽ ഉടനെ ഞാൻ സാറിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്താം. ശരി സർ, ഇത് പറയാൻ വേണ്ടി ഞാൻ വന്നത്. പോട്ടെ സർ. നീ തോട്ടത്തിലോട്ടോ എസ്റ്റേറ്റിന്റെ അവിടേക്കോ പോയിട്ടില്ലല്ലോ?
ഞാൻ ചോദിക്കാൻ കാരണം ഇന്ന് ഞാൻ അവിടെ പോയിരുന്നു. ഞാനും അതെ, പോവാനുള്ളിടത്ത് പോയിട്ടാ വരുന്നത്. അന്വേഷിച്ചറിയാനുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കുകയും ചെയ്തു. എന്ത് കാര്യം? അത് നിന്നോട് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നീ ശ്രദ്ധിക്കണം. അതെന്താ? നിന്നെ ആരും അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞില്ലേ? അവര് പിന്നെയും വന്നാലോ എന്ന് വിചാരിച്ച. അതുകൊണ്ട് ഒറ്റയ്ക്ക് പുറത്തൊന്നും അധികം അങ്ങനെ പോവണ്ട. ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോയാൽ മതി. എന്റെ കൂടെ തന്നെ നിന്നിട്ട് എനിക്ക് ദ്രോഹം ചെയ്യാൻ നോക്കുന്നില്ലേ? നീ വിചാരിക്കുന്നതൊന്നും നടക്കാൻ പോകുന്നില്ല.